ഫത്തൗബ മിഫ്താഹുൽ ലികുല്ലി ഇത്വാഅത്തിൻ. ഏത് ഇബാദത്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും പെരടിക്കുന്ന തെറ്റിന്റെ പാണ്ഡവും ഹൃദയത്തിൽ തെറ്റിന്റെ ആ ഇരുണ്ട കറുത്ത അധ്യായം മായ്ച്ചു കളയും. ഇനി കുറഞ്ഞ ദിവസങ്ങളെ നമുക്കുള്ളൂ. റമദാനിന് മുമ്പ് തൗബ ചെയ്ത് നന്നാവും. തൗബ എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു മജ്ലിസ് ആവുക, ദീർഘനേരം ആവുക, അങ്ങനെയൊന്നും. ഉള്ളിൻ്റെ ഉള്ളിൽ ചെയ്തു പോയ തെറ്റിൽ ഖേദമുണ്ടോയെന്ന് അന്ന് ചെക്ക് ചെയ്യും. കഴിഞ്ഞ കൊല്ലം ഓനെ ഇങ്ങനെ ലാസ്റ്റ് മിഡ് ടൈം എക്സാമിന്റെ മാർക്ക് പെർസെൻറ്റേജ് അത് നമ്മൾ അറ്റ് മൊമെന്റ് അയാൾക്ക് നന്നാവണമെന്നുണ്ടോ, ചെയ്തു പോയ തെറ്റിൽ ഖേദമുണ്ടോ, അങ്ങനെ ഒരു തൗബ ചെയ്ത് നന്നായി കഴിഞ്ഞാൽ റമദാനിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പത്തി. കാരണം തടസ്സങ്ങളില്ല. എപ്പോഴും കാത്തിരിക്കണം നമ്മുടെ അടുത്ത് ചെറിയ എന്തെങ്കിലും അങ്ങോട്ട് അടുക്കാനുള്ള ഒരു ശ്രമം ഉണ്ടോ എന്നുള്ളത് തന്നെ. അത് തന്നെയാണ് ഈ ഒരു ചാൺ എടുത്താൽ ഒരു മുഴ അടക്കും, നിങ്ങൾ ഓടി വന്നാൽ റബ്ബ് നിങ്ങൾ നടന്നു വന്നാൽ ഓടി വരും എന്ന് പറയുന്നതിൻ്റെ ഒരു താല്പര്യം. ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബി. ഈ തവ്വാബി എന്ന് പറഞ്ഞാൽ താഇബി എന്ന് പറഞ്ഞാൽ മതി. തവ്വാബി എന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് തെറ്റ് സംഭവിച്ചു പോയി വീണ്ടും വീണ്ടും അള്ളാഹുലേക്ക് അടുക്കുന്നവർ. ഇടക്കിടക്കേ തൗബ ചെയ്യുന്നതാണ് ആ തവ്വാബിന്റെ അർത്ഥം തന്നെ. ഒരു വട്ടം ഒരാൾ തൗബ ചെയ്ത് നന്നായി, പിന്നീട് അയാൾ തെറ്റ് ചെയ്ത് പോയിട്ട് പിന്നെയും തൗബ ചെയ്യുമ്പോൾ മലക്കൾ അള്ളാഹിനോട് ചോദിക്കും അത്രേ, ചങ്ങായി പിന്നെയും വന്നിട്ട് ഇതങ്ങായി ആ മൊബൈലിൽ എറിഞ്ഞ് പൊട്ടിച്ച് ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞ എങ്ങനെ വന്ന് പുതിയ ഫോൺ വാങ്ങി ഓർഡർ ചെയ്തു, പിന്നെയും തെറ്റ് ചെയ്തു. അപ്പൊ അള്ളാഹ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഞാൻ അല്ലയാണ് ആ പാവം അംഗീകരിക്കുന്നുണ്ടല്ലോ. അള്ളാഹ് അത്രയും